ചന്ദ്രനിൽ മനുഷ്യർ ഇറങ്ങിയ ഭാഗത്തെ കുഴി 14 ടെന്നീസ് കോർട്ടുകളുടെ വലിപ്പമുള്ള ഒരു ഭൂഗർഭ അറയായി മാറിയിരിക്കുകയാണോ? നമുക്ക് നോക്കാം. റോഡിൽ കുഴികൾ ഒരു പ്രശ്നമാണ് അല്ലേ? എന്നാൽ ചന്ദ്രനിലോ കുഴികൾ വലിയൊരു അനുഗ്രഹമാണ്. നാസ ഉൾപ്പെടെ ലോകത്തെ പല ബഹിരാകാശ ഏജൻസികളും ചന്ദ്രനെ വീണ്ടും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുകയാണ്. സൗരയൂഥത്തിന്റെ വിദൂര മേഖലകളിലേക്കും ഒരുപക്ഷെ പുറത്തേക്കുമൊക്കെ സംഭവിച്ചേക്കാവുന്ന വിദൂരകാല ദൗത്യങ്ങളുടെ ആദ്യ കവാടവും തുറമുഖവുമൊക്കെയായി ചന്ദ്രനെ മാറ്റാമെന്ന് പലർക്കും പ്ലാനുണ്ട്. നാസ അടുത്തിടെ വിടാൻ പോകുന്ന ആർട്ടിമിസ് ചന്ദ്ര ദൗത്യവുമൊക്കെ ആ ലക്ഷ്യം മുൻനിർത്തിയുള്ളവയാണ്. ഇനി ഇതിനപ്പുറം ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ഹീലിയം 3 പോലുള്ള ഉപയോഗപ്രദമായ വസ്തുക്കളെയും മനുഷ്യർ നോട്ടമിടുന്നുണ്ട്. ഭൂമിയിലെ ഊർജ്ജ മേഖലയ്ക്ക് വലിയ കുതിപ്പ് നൽകുന്നതാകും ഹീലിയം 3. എന്നാൽ ചന്ദ്രനിൽ ചെല്ലുവാനും അവിടെ കോളനികൾ സ്ഥാപിക്കുവാനുമൊക്കെ ഇടങ്ങൾ വേണം. ചന്ദ്രനിലുള്ള കുഴികൾ ഇതിനുള്ള അവസരം ഒരുക്കിയേക്കുമെന്ന പ്രതീക്ഷയാണ് ശാസ്ത്രജ്ഞന്മാർക്ക്. ഇപ്പോഴിതാ ചന്ദ്രനിലെ ഒരു കുഴിയെപ്പറ്റി പുതിയൊരു നാഴികക്കല്ലായ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോളോ ദൗത്യത്തിലൂടെ നീൽ ആംസ്ട്രോങ്ങും സംഘവുമൊക്കെ ലാൻഡ് ചെയ്ത പ്രശാന്തിയുടെ കടൽ എന്ന മേഖലയ്ക്ക് സമീപമാണ് ഈ കുഴി. ഒരു കുഴി എന്നതിനപ്പുറം ഒരു ഭൂഗർഭ അറ എന്ന് തന്നെ വിളിക്കാവുന്ന ഗർത്തമാണിതെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. 45 മീറ്റർ വീതിയും 80 മീറ്റർ നീളവുമുള്ള ഒരു ഭൂഗർഭ അറയിലേക്കാണ് ഇത് നയിക്കുന്നത്. ഏകദേശം 14 ടെന്നീസ് കോർട്ടുകളുടെ വിസ്തീർണമുണ്ട് ഈ ഭൂഗർഭ അറയ്ക്ക്. ഒരു ചന്ദ്രതാവളം പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. ചന്ദ്രോപരിതലത്തിലെ കുഴികളെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഏകദേശം 50 വർഷമായിട്ട് നിലനിൽക്കുന്നവയാണ്. എന്നാൽ അടുത്തിടയ്ക്കാണ് ഇവയുടെ ഉപയോഗ സാധ്യതകൾ ചർച്ചയായത്. താപസ്ഥിരതയുള്ള കുഴികളാണിവ. AC മുറിയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കാം. ചന്ദ്രോപരിതലത്തിൽ പകൽ സമയം 127 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. രാത്രി സമയങ്ങളിൽ 173 ഡിഗ്രി വരെ താപനില താഴുകയും ചെയ്യാറുണ്ട്. 15 ഭൗമദിനങ്ങൾക്ക് തുല്യമാണ് ഒരു ചാന്ദ്രദിനം എന്നതിനാൽ ഇതിന്റെ ആഘാതം വളരെ വലുതാണ്. എന്നാൽ ചന്ദ്രനിലെ ഈ കുഴികൾ 17 ഡിഗ്രി സെൽഷ്യസ് എന്ന സ്ഥിരമായ താപനിലയാണ് അനുഭവപ്പെടാറുള്ളതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത് താരതമ്യേന സുരക്ഷിതവും സൗകര്യപ്രദവുമായ താപനിലയാണ്. കോസ്മിക് വികിരണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ വികിരണങ്ങൾ, ചെറു ഉൽക്കകളുടെ ആക്രമണം എന്നിവ തടയാൻ ഇവയ്ക്ക് കഴിവുണ്ട്. നാസയുടെ ലൂണാർ റീകണസൻസ് ഓർബിറ്റർ പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടർ മോഡലിംഗും ഉപയോഗിച്ചാണ് ചാന്ദ്ര ഗവേഷണത്തിനുള്ള സുരക്ഷിത താവളങ്ങൾക്കായി ഈ കുഴികൾ പ്രവർത്തിക്കുമെന്ന നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തിയിരിക്കുന്നത്. ഈ കുഴികളിൽ ചാന്ദ്ര പര്യവേഷണത്തിനും ഗവേഷണത്തിനുമായി വരുന്ന മനുഷ്യയാത്രികർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കാമെന്ന് ഗവേഷകർ പറയുന്നു. ചന്ദ്രോപരിതലത്തിൽ 2000-ഓളം കുഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പലതും ലാവ ട്യൂബുകൾ രൂപാന്തരം പ്രാപിച്ചതാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഭൂമിയിലും ലാവ ട്യൂബുകൾ കാണപ്പെടാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.